പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാണ് ഇത്രയും നീണ്ട ഒരു സിലബസ് നമുക്ക് തരുന്നത്? ഇംഗ്ലീഷ് ഗ്രാമർ തന്നെ വ്യക്തമായ സിലബസ് അവർ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, ജെറണ്ട് ഉണ്ട്, ലിങ്കേഴ്സ് ഉണ്ട്, പ്രിപ്പോഷൻ ഉണ്ട്, കോൺകോഡ് ഉണ്ട്. ഇത് ചോദിച്ചിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ദ റിയൽ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഭൂമിയുടെ അവകാശികൾ എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ, ബഷീറിന്റെ ട്രാൻസ്ലേഷൻ, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഗിവൻ ബിലോ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഈവ്സ്ഡ്രോപ്പ്. കൃത്യമായിട്ട് ഈവ്സ്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കേൾക്കുക, രഹസ്യമായിട്ട് കേൾക്കുക, പാത്തു നിന്ന് കേൾക്കുക എന്നുള്ളതാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ മാർത്ത സിലിനാസിന്റെ ചാപ്റ്റർ ഉണ്ട്, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. ഇക്കഴിഞ്ഞ UP പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വ്യക്തമായ അവലോകനം നടത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, UP പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികളെ കുഴച്ച ഒരു ഭാഗം ഇംഗ്ലീഷ് ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ കണ്ടപ്പോൾ അധ്യാപകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ നിരാശ തോന്നിയത്? അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ഒരു 3 കോംപ്രിഹെൻസീവ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രാമർ പ്ലസ് വൊക്കാബുലറി ചോദ്യങ്ങൾ, അവസാനം ഒരു 2 പെഡഗോജി ചോദ്യങ്ങൾ, ഇങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്. അതിനെ പൂർണ്ണമായിട്ടും മാറ്റുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻസീവ് ചോദ്യങ്ങൾ മാത്രം എടുത്തിട്ട് പെഡഗോജി ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ക്വസ്റ്റ്യനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം SCERT ടെക്സ്റ്റ് ബുക്കുകളിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിലെ അതേ സെന്റൻസുകൾ ഉൾപ്പെടുത്തിയാണ് ഗ്രാമർ, വൊക്കാബുലറി ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇവിടെ നമുക്കൊരു പ്രശ്നമായി തോന്നിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിലബസിനനുസരിച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഇടുന്നവർ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യാതെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് അവർ പറയുമായിരിക്കും. പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാണ് ഇത്രയും നീണ്ട ഒരു സിലബസ് നമുക്ക് തരുന്നത്? ഇംഗ്ലീഷ് ഗ്രാമർ തന്നെ വ്യക്തമായ സിലബസ് അവർ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, ജെറണ്ട് ഉണ്ട്, ലിങ്കേഴ്സ് ഉണ്ട്, പ്രിപ്പോഷൻ ഉണ്ട്, കോൺകോഡ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ട് അതിനകത്ത് നിന്ന് ആകപ്പാടി ചോദിച്ച ഒരു ടെൻസ് ചോദ്യവും 3 പ്രിപ്പോഷൻ ചോദ്യവുമാണ്. പിന്നെന്തിനാണ് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മളെ ഇത്രയും ഏകദേശം 1.5 വർഷക്കാലമായിട്ട് ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ പുറയിൽ പഠിച്ച് അത്രയും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? രണ്ടാമത്തെ ഒരു കാര്യം വൊക്കാബുലറിയാണ്. വൊക്കാബുലറി അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഫ്രേസൽ വെർബ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ഫ്രേസൽ വെർബ് പോലും ചോദിച്ചില്ല. അത് മാത്രമല്ല, വൊക്കാബുലറി ചോദിച്ചതെല്ലാം SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതായിരുന്നു. ഇനി പെഡഗോജിയുടെ കാര്യം വരുമ്പം 2 ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിരുന്നു. അത് മാത്രമല്ല, സിലബസിന്റെ അവസാനം ഗ്രാമർ, വൊക്കാബുലറി കഴിഞ്ഞ് പെഡഗോജിക് അനാലിസിസ് എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. 6-7 ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ പുറകിലായിരുന്നു. എന്തുമാത്രം ക്ലാസ്സാണ് ടീച്ചേഴ്സ് എടുത്തു കൊടുത്തത്, എന്തുമാത്രം ക്ലാസ്സുകളാണ് ഉദ്യോഗാർത്ഥികൾ കണ്ടത്. പക്ഷെ ഒറ്റ ചോദ്യം പോലും അതിനകത്ത് ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പെഡഗോജി എന്ന് പറയുന്ന ഭാഗം ഈ സിലബസിൽ ഉൾപ്പെടുത്തിയത്? അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കണം. ഇനി ഈ വിശകലനം അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് പറയാം. ഒറ്റ കാര്യം പറയാം, ക്വസ്റ്റ്യൻ ടഫാണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. കാരണം കോംപ്രിഹെൻഷൻ 3 എണ്ണവും വളരെ എളുപ്പമായിരുന്നു, ഗ്രാമർ ചോദ്യങ്ങളും വളരെ എളുപ്പമായിരുന്നു. പാടായിട്ട് തോന്നിയത് 2-3 വൊക്കാബുലറി ചോദ്യങ്ങൾ മാത്രമായിരുന്നു. സോ ടഫാണെന്ന് ഒരിക്കലും പറയുന്നില്ല. 7 മാർക്ക്, 8 മാർക്ക്, 9 മാർക്ക് വരെ സ്കോർ ചെയ്ത് 10 മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ടഫാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ചോദിച്ചില്ല എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 3 പ്രിപ്പോഷൻ ചോദിച്ച സമയത്ത് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ക്വസ്റ്റ്യൻ 2 എണ്ണം ചോദിച്ചിരുന്നെങ്കിൽ ഉദ്യോഗാർത്ഥികൾ കുറച്ചെങ്കിലും തൃപ്തരാകുമായിരുന്നു. തങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചോദിച്ചു, ആ സിലബസിൽ നിന്ന് അകത്തുനിന്ന് ചോദിച്ചു എന്നൊരു സന്തോഷം അവർക്ക് ഉണ്ടാകുമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഉദ്യോഗാർത്ഥികളുടെ മുറയിൽ വെറ്റിച്ച് കളയുന്ന തരത്തിലുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സമീപനം കാണിക്കാൻ പാടില്ല ഈ ക്വസ്റ്റ്യൻ ഇടുന്ന അധ്യാപകർ ഒരു കാരണവശാലും. കാരണം ഒരു വ്യക്തമായ സിലബസ് ഉണ്ടെങ്കിൽ ആ സിലബസിനകത്തുനിന്ന് ചോദിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മാത്രം പഠിക്കാൻ പറയുക. അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ, ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, ഒരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുക. അതാകുമ്പം അതുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടാൻ ഉദ്യോഗാർത്ഥികൾ സമയം കിട്ടും. ഇത് ഒരു സിലബസ് വ്യക്തമായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നൊന്നും ചോദിക്കാതെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രം ഫോക്കസ് ചെയ്തത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾ
ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ വിഷമം തോന്നിയത്? ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവസാനം പറയാം. ഓരോ ചോദ്യങ്ങളും എവിടെയെന്നാണ് ചോദിച്ചത്? SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നല്ലപോലെ പഠിച്ച ഒരാളെ സംബന്ധിച്ച് എല്ലാ ചോദ്യങ്ങളും ഗ്രാമർ വൊക്കാബുലറി ചോദ്യങ്ങളെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ ഞാൻ പാഠത്തിന്റെ പേരുൾപ്പെടെ പാരഗ്രാഫ് ഏത് പാരഗ്രാഫിൽ ചോദിച്ചു എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞായിരിക്കും ഞാൻ പോകുന്നത്. 10 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Read the passage given below and answer the following questions. When I became the owner of a tiny little piece of this wide earth, I felt very happy. It was a 2-acre plot with coconut palms and an old house where we could live. Those were the days when the price of coconuts was going up and I was in high spirits at the thought of the palms laden with coconuts. ഇത് ചോദിച്ചിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ദ റിയൽ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഭൂമിയുടെ അവകാശികൾ എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ, ബഷീറിന്റെ ട്രാൻസ്ലേഷൻ, ആ പാഠഭാഗം തുടങ്ങുന്നത് ഈ സെന്റൻസിലാണ്. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ ഞാൻ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. സോ ഇനി ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ദ പ്രൈസ് ഓഫ് ഡാഷ് വാസ് ഗോയിങ് അപ്പ്. നമുക്കറിയാം കോക്കനട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്നത് കോക്കനട്ട്സ് ആണ്. കാരണം കോക്കനട്ട്സ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ, ഹൗ ഡിഡ് ദ ഓദർ ഫീൽ? ഓദർ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. പ്രത്യേകം പറയുന്നുണ്ട് ജോയ്ഫുൾ എന്ന് പറയുന്നുണ്ട്. ജോയ്ഫുൾ എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഇലേറ്റഡ് ആണ്. എക്സൈറ്റഡ് ആണെന്ന് കൺഫ്യൂഷൻ തോന്നാം, പക്ഷേ ജോയ്ഫുൾ എന്നുള്ളതിന്റെ കറക്റ്റ് അർത്ഥം ഇലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നാണ്. നെക്സ്റ്റ്, സജസ്റ്റ് 1 വേർഡ് ഫോർ ദ ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. നമുക്കറിയാം ഇൻ ഹൈ സ്പിരിറ്റ്സ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും ആ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലും കൊടുത്തിട്ടുണ്ട് ജോയ്ഫുൾ എന്നാണ്. ജോയ്ഫുൾ. അതുകൊണ്ട് നമുക്ക് കോംപ്രിഹെൻസീവ് ചോദ്യത്തെ ഇങ്ങനെ വിലയിരുത്താം. SCERT വൊക്കാബുലറിയിൽ നിന്നായിരുന്നു 3 എണ്ണവും ചോദിച്ചത്. ആ പാസേജ് ഇൻ ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് മദർ എർത്ത് എന്ന് പറയുന്ന ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്ന 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ്. അത് ഞാൻ തെളിവ് സഹിതം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ അതിൽ നിന്നുള്ളതായിരുന്നു. ഇത് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ഒരുപാട് കുഴച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് ക്വസ്റ്റ്യൻ ടഫാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് വന്നത്. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെയാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ട ആള് ശ്രദ്ധിക്കേണ്ടിയിരുന്ന മറ്റൊരു കാര്യം. 3 പ്രിപ്പോസിഷൻ ചോദിച്ചു. ഈ 3 പ്രിപ്പോഷൻ സിലബസിലുള്ള ടോപ്പിക്കാണ്. 3 എണ്ണം എന്തിനാണ് ചോദിക്കുന്നത്? 1 എണ്ണം ചോദിച്ചിട്ട് ബാക്കി 2 എണ്ണം വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാമല്ലോ. ടെൻസോ അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റോ ജെറണ്ടോ ഡിറ്റർമിനറോ ലിങ്കേഴ്സോ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ സിലബസിൽ ഉണ്ടായിരുന്നു. അത് ചോദിക്കാതെ 3 ചോദ്യങ്ങൾ പ്രിപ്പോഷൻ ചോദിച്ചു. ഒന്ന്, നൈന വാസ് അമേസ്ഡ് ഡാഷ് ഹർ ഓൺ സ്ട്രെങ്ത്. ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയിൽ അമേസ്ഡ് ആവുമ്പം അമേസ്ഡിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റാണ്. ആൻസർ അറ്റ്. ഒന്നാമത്തെ പ്രിപ്പോഷൻ ഇതായിരുന്നു. രണ്ടാമത്തെ, രജത് റാൻ ഡാഷ് ഇൻ ടു ദ ഗാർഡൻ. റാൻ അപ്പ് അല്ല, റാൻ ഔട്ട് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട്. റാൻ ഔട്ട് ഇൻ ടു ദ ഗാർഡൻ. ഓക്കെ, നെക്സ്റ്റ്, ആൻ എയറി സൗണ്ട് ഫ്ലോട്ടഡ് ഡാഷ് ദ എയർ. ഇത് ചോദിച്ചിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആൻ എയറി സൗണ്ട്. എയറി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഭീകരമായ ഒരു ശബ്ദം. ആൻ എയറി സൗണ്ട് ഫ്ലോട്ടഡ് ഡാഷ് ദ എയർ എന്ന് പറയുമ്പം ഇവിടെ ഇൻ ദ എയർ എന്ന് കൃത്യമായിട്ട് ആ സെന്റൻസിൽ പറയുന്നുണ്ട്. ഇൻ ദ എയർ. അപ്പം പ്രിപ്പോഷൻ 3ഉം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്കിലും ഒരുവിധം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കഴിയുന്നത് തന്നെയായിരുന്നു. അതിൽ 1 എണ്ണം SCERT ടെക്സ്റ്റ് ബുക്കിലെ ആയിരുന്നു എന്ന് ഉറപ്പിക്കാം. ഇനി അങ്ങോട്ടുള്ളതെല്ലാം SCERT ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾ നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് ചൂസിംഗ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. ഇഫ് യു ആർ എ പെയിന്റർ. ഈഫിന് ശേഷം V1 വന്നാൽ സിലബസിൽ ഈഫ് ക്ലോസ് ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ടെൻസ് ഇൻ കണ്ടീഷൻ എന്നാണ് ഇതിന്റെ കറക്റ്റ് പേര്. അപ്പൊ ടെൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് ഈഫ് ക്ലോസ് ചോദിക്കാം. നോ പ്രോബ്ലം. നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഈഫിന് ശേഷം V1 വന്നാൽ വില്ല്, ഷാള്, ക്യാന്, മേ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യും. യു മേ കം ഇൻ. ഈഫിന് ശേഷം V1 വന്നാൽ വില്ല്, ഷാള്, ക്യാന്, മേ ഉപയോഗിച്ച് ഇവിടെ മേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് യു മേ കം ഇൻ എന്നുള്ളതാണ് ഈഫ് ക്ലോസ്. Whenever he found himself alone, the boy who drew cats. 9ാം ക്ലാസ്സിലെ പാഠമാണെന്ന് തോന്നുന്നു. The boy who drew cats എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് തെളിവ് കാണുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ സെന്റൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. Whenever he found himself alone, he drew cats. ഇതാണ് ആൻസർ. ആ പുസ്തകം പഠിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സെന്റൻസാണ്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് whenever he found himself alone, he drew cats. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ. അടുത്തത്, find out the meaning of the underlined words given below. I didn't want to eavesdrop.
കൃത്യമായിട്ട് ഈവ്സ്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കേൾക്കുക, രഹസ്യമായിട്ട് കേൾക്കുക, പാത്ത് നിന്ന് കേൾക്കുക എന്നുള്ളതാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ മാർത്ത സിലിനാസിന്റെ ചാപ്റ്റർ ഉണ്ട്, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതിനകത്ത് മാർത്ത എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ എലമെന്റ് ഉള്ള ഒരു കഥയാണ്. അതിനകത്ത് മാർത്ത എന്ന് പറയുന്ന പെൺകുട്ടി സ്കോളർഷിപ്പ് ജാക്കറ്റിനെ കുറിച്ച് 2 അധ്യാപകർ സംസാരിക്കുമ്പോൾ അവളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മനസ്സിലാവുമ്പോൾ അവൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഐ ഡിഡ്ന്റ് മീൻ ടു ഈവ്സ്ഡ്രോപ്പ്, സത്യത്തിൽ ഞാൻ ഒളിഞ്ഞു കേൾക്കാൻ വന്നതല്ല എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. സോ ദ ആൻസർ ഈസ് ടു ലിസൺ കെയർഫുള്ളി. ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഈ ഈവ്സ്ഡ്രോപ്പ് എന്ന് പറയുന്ന വാക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, സ്റ്റേറ്റ് സിലബസിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യവും അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിച്ചു എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം. അതേ ചാപ്റ്ററിൽ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫിജറ്റിംഗ്. അവള് പ്രിൻസിപ്പളിനെ കണ്ട് കംപ്ലൈന്റ് പറയാൻ പോകുന്ന ഭാഗമുണ്ട് മാർത്ത. അവിടെ ചെല്ലുന്ന സമയത്ത് പ്രിൻസിപ്പളിന്റെ ആറ്റിറ്റ്യൂഡാണ് ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിജറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഫിജറ്റിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി എന്ന അർത്ഥമാണ്. ഇവൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നത് പറയാൻ അയാൾ മടി കാണിക്കുന്നുണ്ട്. ആ മടി കാണിക്കുന്ന നെർവസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ കാണിക്കാനാണ് ഇത് ഉപയോഗിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇതും സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് മാർത്ത സിലിനാസിന്റെ ആ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്. സ്റ്റേറ്റ് സിലബസ് SCERT നമുക്ക് മനസ്സിലാക്കാം. സോ ഇതായിരുന്നു 10 ചോദ്യങ്ങൾ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, സിലബസിനോട് യാതൊരു തരത്തിലുള്ള നീതിയും പുലർത്താത്തൊരു ക്വസ്റ്റ്യൻ. ഉദ്യോഗാർത്ഥികളെ കൊണ്ട് 1.5 വർഷക്കാലം നിരന്തരം ഒരു സിലബസ് കാണിച്ച് പഠിപ്പിച്ച് അവര് അതിനകത്ത് നിന്ന് മാത്രമേ ചോദ്യം ചോദിക്കൂ എന്ന് വിചാരിച്ചു. എന്നാൽ അവരൊരിക്കലും SCERT ചോദിക്കാതിരിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അത് ചോദിക്കും. പക്ഷേ എല്ലാ ചോദ്യങ്ങളും SCERT നിന്ന് മാത്രം ചോദിച്ച് സിലബസിനോട് യാതൊരു നീതിയും പുലർത്തിയില്ല. ഗ്രാമറിന്റെ ഒരുപാട് ടോപ്പിക്കുകൾ വന്നിട്ട് ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ 3 ചോദ്യങ്ങൾ ചോദിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കോൺകോഡ്, അതുപോലെ ജെറണ്ട്, എല്ലാ വർഷവും ചോദിക്കുന്ന ഡിറ്റർമിനേഴ്സ്, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ കണ്ട് ഈ ടോപ്പിക്കിനെ എല്ലാം പാടെ ഒഴിവാക്കിയിട്ട് SCERT നിന്ന് മാത്രം വരുന്ന ചില സെന്റൻസുകൾ മാത്രം എടുത്ത് ഗ്രാമർ ചോദ്യങ്ങൾ ചോദിച്ചു. സോ എന്തിനാണ് ഇത്രയും വലിയൊരു സിലബസ് കൊടുക്കുന്നത്? എന്നാൽ SCERT ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം പഠിച്ച് പരീക്ഷ എഴുതുക എന്ന് ഫ്രീ ആയിട്ട് വന്ന് പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. ഒരിക്കലും ക്വസ്റ്റ്യൻ ടഫ് അല്ല. ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഇനിയെങ്കിലും ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് സിലബസിനോട് നീതി പുലർത്തണം, അല്ലെങ്കിൽ സിലബസ് കൊടുക്കാതിരിക്കുക. ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന SCERT ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ടീച്ചിങ് ജോലിയാണ്, അപ്പം പുസ്തകങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുക, പുസ്തകങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെയുള്ള ഒരാൾ വന്ന് പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഫെമിലിയർ ആകുമായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ഫെമിലിയർ ആയ സെന്റൻസുകളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. എങ്കിലും ചോദിച്ചതെല്ലാം SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ളത് തന്നെയാണ്. സിലബസിനോട് നീതി പുലർത്തിയില്ല എന്ന് പറയുന്നു. ഈ പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്നുള്ള കാര്യം പറയുക. നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്താണെന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാം. മുന്നോട്ട് പോകാം. എല്ലാവർക്കും ആശംസകൾ. ഇനി LP പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വുമൺ CPO പരീക്ഷ, അതിനും ഇതുപോലെ തന്നെ ചോദിച്ചു. ഒരു PSCയുടെ പരീക്ഷയ്ക്ക് ഇത് തന്നെ ചോദിച്ചു. അത് +2 പാഠപുസ്തകങ്ങളിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഇടുന്നത് 10ാം ക്ലാസ്സും +2ഉം +1ഉം ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പുസ്തകങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നമ്മളെ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. നമുക്കിതൊക്കെ അറിയാം എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മളിനി ഈ പാഠപുസ്തകങ്ങൾ കൂടെ ചേർത്ത് അതിനകത്ത് ഗ്രാമറും വൊക്കാബുലറി ഉൾപ്പെടെ നമ്മൾ പഠിച്ചു പോകുന്നു. SCERT വൊക്കാബുലറി എന്നുള്ള ഭംഗി നമ്മൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തരത്തിലും വിഷമം ഉണ്ടാക്കാത്ത തരത്തിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം. LP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുക. പാഠപുസ്തകങ്ങൾ, അതായത് LP ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളും ഒന്ന് വായിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വിലയിരുത്തുക. നന്ദി.